ആ രാത്രികൾ. രചന SMG. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. മായേ എടി നേരെ എത്രയായി നിനക്ക് വല്ല നിശ്ചയമുണ്ടോ? അവിടെ ഇരുന്ന് സ്വപ്നം കാണാൻ ഇങ്ങോട്ട് വാ. ഇവിടെ ആർക്കും നേരല്ല. എന്റെ മോനെ 8 മണിക്ക് ഓഫീസിൽ എത്തേണ്ടതാ. അമ്മായിയമ്മ ഭാനുമതിയുടെ ശബ്ദം ഒരു ചാട്ടുളി പോലെ അടുക്കളയിലേക്ക് തുളച്ചു കയറി. കാപ്പിക്കപ്പ് പകുതിയിൽ താഴെ വെച്ച് അവൾ പരിഭ്രമത്തോടെ എഴുന്നേറ്റു. ദാ വരുന്നമ്മേ. അവൾ പിറുവിറുത്തു. വരുന്നു എന്നും ഇതേ മറുപടി തന്നെ. നിന്റെ വീട്ടിൽ ഇതൊക്കെ ശീലമില്ലായിരിക്കും, പക്ഷെ ഇവിടെ ഇതല്ലേ രീതി. മൂത്ത മരുമക്കൾ രണ്ടുപേരും കുഞ്ഞുങ്ങൾ നോക്കുന്ന തിരക്കില്ല. നീ ആണെങ്കിൽ ഇവിടെ നിന്ന് സൂര്യോദയം കാണുന്നു. വേഗം ആ ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെക്ക്. മായൊന്നും മിണ്ടിയില്ല. പ്രതികരിച്ചാൽ അത് വലിയൊരു യുദ്ധത്തിന് വഴിയൊരുക്കുമെന്ന് അവൾക്കറിയാം. സമ്പന്നതയുടെ ഈ വലിയ കോട്ടക്കുള്ളിൽ അവൾ വെറും ഒരു ശമ്പളമില്ലാത്ത വേലക്കാരി മാത്രമാണെന്ന് അവൾക്കറിയാമായിരുന്നു. അതിരാവിലെ ഉദയസൂര്യനെ ആസ്വദിച്ചുകൊണ്ട് തന്റെ കപ്പിലെ കാപ്പി മെല്ലെ മെല്ലെ കുടിക്കുകയായിരുന്നു മായ. കല്യാണത്തിനു മുമ്പ് ഇതുപോലെ സാവധാനം എഴുന്നേറ്റ് കാപ്പി ആസ്വദിച്ച് കുടിക്കുന്നത് മായക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു വിനോദമായിരുന്നു. എന്നാൽ ഇപ്പൊ അതിനൊന്നും അവൾക്ക് സമയം കിട്ടാറില്ല. ഒരു ക്ലോക്കിലെ സൂചി പോലെ എപ്പോഴും ഓടിക്കൊണ്ടിരിക്കണം. അവളുടെ സ്വന്തം വീട്ടിൽ അവളും അനിയനും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഭർത്താവിന്റെ വീട്ടിൽ അദ്ദേഹത്തിന് 2 ജ്യേഷ്ഠന്മാരും ഒരു അനിയത്തിയുമുണ്ട്. 3 ആൺകുട്ടികൾക്ക് ശേഷം ജനിച്ച പെൺകുട്ടിയായതുകൊണ്ട് തന്നെ നാത്തൂനെ വീട്ടിൽ അല്പം കൊഞ്ചിച്ചാണ് വളർത്തിയത്. ആദ്യത്തെ 2 മക്കൾക്കും സമ്പന്നമായ കുടുംബങ്ങളിൽ നിന്നാണ് വിവാഹാലോചിച്ച്. അവരുടെ വീടുകളും അതേ നാട്ടിൽ തന്നെ ആയതുകൊണ്ട് അവർ ഇടയ്ക്കിടെ സ്വന്തം വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് 3ാമത്തെ മകനെ വിവാഹാലോചിച്ചപ്പോൾ അമ്മായിയമ്മ ഭാനുമതി മനഃപൂർവ്വം ദൂരെയുള്ള ഒരു പാവപ്പെട്ട കുടുംബത്തിലെ പെൺകുട്ടിയെ തിരഞ്ഞെടുത്തു. മായയുടെ വീട്ടുകാർക്ക് അവൾക്കും ഇത്രയും വലിയൊരു സമ്പന്ന കുടുംബത്തിൽ നിന്ന് ആലോചന വന്നപ്പോൾ വലിയ അഭിമാനമായിരുന്നു. എന്നാൽ അവിടെ എത്തിയപ്പോഴാണ് അതിന്റെ യഥാർത്ഥ കാരണം അവൾക്ക് മനസ്സിലായത്. ആദ്യത്തെ 2 മരുമക്കളും സമ്പന്ന കുടുംബത്തിൽ നിന്ന് വന്നുകൊണ്ട് വീട്ടുജോലികൾ ചെയ്യാൻ മടിയുള്ളവരായിരുന്നു. അത്രയും പേർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അവർക്ക് താല്പര്യമില്ലായിരുന്നു എന്ന് മാത്രമല്ല, അവർ തമ്മിൽ എപ്പോഴും മത്സരവുമായിരുന്നു. 2ാമത്തെ മകന്റെ കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വീട്ടിൽ പിണക്കങ്ങൾ തുടങ്ങി. കുടുംബത്തിന്റെ മാനം നോക്കുന്ന ഭാനുമതിക്ക് അവരെ മാറ്റി താമസിപ്പിക്കാൻ താല്പര്യമില്ലായിരുന്നു. കുടുംബം ചിഹ്നിച്ചിതറി പോകുമെന്ന് പേടിച്ച് അവരൊരു വേലക്കാരിയെ നിയമിച്ചു. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വേലക്കാരി ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ രുചി അമ്മായിയപ്പന് പിടിക്കാതെയായി. അദ്ദേഹം ഇടയ്ക്കിടെ ആശുപത്രിയിൽ കയറിയിറങ്ങേണ്ട അവസ്ഥയും വന്നു. അതോടെ ഭാനുമതി ഒരു തീരുമാനമെടുത്തു. 3ാമത്തെ മകന്റെ കാര്യത്തിൽ ഈ തെറ്റ് ആവർത്തിക്കരുത്. കൂടാതെ അതേ നാട്ടിൽ തന്നെ കല്യാണം കഴിച്ചയച്ച അവരുടെ മകൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്വന്തം വീട്ടിൽ തന്നെ ആയിരിക്കും. രാത്രി ഉറങ്ങാൻ മാത്രമാണ് അവൾ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുന്നത്. ചില സമയങ്ങളിൽ രാത്രി ഇവിടെ തന്നെ നിൽക്കും. വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ മായയ്ക്ക് ഇതെല്ലാം വലിയ ഭാരമായി തോന്നി. ദരിദ്ര കുടുംബമാണെങ്കിലും സ്വന്തം വീട്ടിൽ അവളെ പൊന്നുപോലെയാണ് നോക്കിയിരുന്നത്. എന്നാൽ ഇവിടെ പ്രഭാത ഭക്ഷണത്തിന് മാത്രം ചുരുങ്ങിയത് 20 പേർക്ക് ഉണ്ടാക്കേണ്ടി വരുമായിരുന്നു. പാചകവും വീട്ടുജോലി അറിയാമായിരുന്നെങ്കിലും അത്രയും പേർക്ക് വേണ്ടി അവൾ ഒരിക്കലും പാചകം ചെയ്തിരുന്നില്ല. ആദ്യം അവളൊന്ന് പകച്ചു. പക്ഷെ അമ്മായിയമ്മയുടെ കുത്തുവാക്കൾ പേടിച്ച് കൈപൊളിയും കാൽപ്പൊളിയും അവളെല്ലാം പഠിച്ചെടുത്തു. എല്ലാവരും മോശക്കാരാണെന്ന് പറയാൻ കഴിയില്ല, എങ്കിലും ആരും അവളെ ജോലികളിൽ സഹായിക്കാറില്ലായിരുന്നു. അവൾ ചെയ്യുന്ന ജോലികളിൽ പോലും അവർ 1000 കുറ്റങ്ങൾ കണ്ടുപിടിക്കും. ആദ്യം സങ്കടം തോന്നിയെങ്കിലും പിന്നീട് അത് ശീലമായി. എങ്ങാനും അവളെ പുകഴ്ത്തിയാൽ അവൾ തലയിൽ കയറിയിരിക്കുമോ എന്ന പേടിയായിരുന്നു അവർക്ക്. ആദ്യത്തെ 2 മരുമക്കൾക്കും തങ്ങളുടെ സ്ഥാനം അവൾ തട്ടിയെടുക്കുമോ എന്ന പേടിയും ഉണ്ടായിരുന്നു. എന്നാൽ ഇത്രയും പണികൾ ചെയ്യാൻ അവർക്ക് താല്പര്യവുമില്ല. അതുകൊണ്ട് അവളെ പരമാവധി തരം താഴ്ത്തി സംസാരിക്കാനാണ് അവർ ശ്രമിച്ചത്. ഭക്ഷണം എത്ര രുചിയുള്ളതാണെങ്കിലും നന്നായിട്ടുണ്ട് എന്നൊരു വാക്കുപോലും അവർ പറയില്ല. ആദ്യമൊക്കെ അവരിൽ നിന്നൊരു അംഗീകാരത്തിനായി അവൾ കൊതിച്ചിരുന്നു. പിന്നീട് അത് ശീലമായി മാറി. കൂടാതെ 2 മരുമക്കളും കുഞ്ഞുങ്ങളെ നോക്കുന്നതെന്ന വ്യാജേന എപ്പോഴും അവർ ഇടുപ്പിൽ തൂക്കി നടക്കും. പക്ഷേ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും കുളിപ്പിക്കുന്നതുമായ പകുതി പണികൾ മായ ചെയ്യണമായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 വർഷമായി. ഈ സാഹചര്യങ്ങളുമായി അവൾ പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. ഭർത്താവ് ഹരിയുടെ മനസ്സ് മാത്രം അവൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. രാത്രിയിൽ മാത്രം അയാൾ അവളെ തേടി വരും. ബാക്കി സമയങ്ങളിൽ അവൾ അവിടെ ഉണ്ടോ എന്ന് പോലും അയാൾക്ക് ശ്രദ്ധയില്ല. എപ്പോഴും ജോലി തിരക്കിലായിരിക്കും. ജോലിയോടുള്ള ആത്മാർത്ഥത കൊണ്ട് കഴിഞ്ഞ 6 മാസമായി അയാൾ വിദേശത്താണ്. കമ്പനി നൽകിയ ഒരു അംഗീകാരമായിരുന്നു അത്. ഇപ്പോൾ അമേരിക്കയിലുള്ള അയാൾ ഇടയ്ക്ക് വീഡിയോ കോൾ ചെയ്യും. അപ്പോഴും തന്നോട് സംസാരിക്കുമെന്ന് കരുതി അവൾ കൊതിയോടെ നോക്കി നിൽക്കും. എന്നാൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് കഴിച്ചുറങ്ങിയെന്ന് പൊതുവായി ചോദിച്ച് ഫോൺ വെക്കും. അവൾ തനിച്ച് ഫോൺ വിളിച്ചാലും എടുക്കാറില്ല. ജോലിക്കിടയിൽ എന്തിനാണ് വിളിക്കുന്നതെന്ന് ചോദിച്ച് ദേഷ്യപ്പെടും. അതുകൊണ്ട് അവൾ വിളിക്കാറുമില്ല. അവൾക്ക് ആകെയുള്ള ഒരു ആശ്വാസം വേലക്കാരി ലക്ഷ്മി മാത്രമായിരുന്നു. വേലക്കാരിയാണെങ്കിലും അവരൊരു പത്തരമാറ്റ് തങ്കമായിരുന്നു. അവർക്ക് ആരുമില്ലായിരുന്നു. ഭർത്താവ് മരിച്ചതോടെ ആ വീട്ടിൽ ജോലിക്കാരിയായി കൂടിയതാണ്. മായ വന്നപ്പോൾ ജോലികൾ അറിയാതെ വിഷമിച്ചപ്പോഴൊക്കെ ലക്ഷ്മിയാണ് എല്ലാം ക്ഷമയോടെ പഠിപ്പിച്ചു കൊടുത്ത്. ലക്ഷ്മി ഇല്ലായിരുന്നെങ്കിൽ മായയുടെ അവസ്ഥ എന്താകുമായിരുന്നു? ആ ഒരു കാര്യത്തിൽ ദൈവം അവളെ സഹായിച്ചു. ലക്ഷ്മിയോട് അവൾ ഇടയ്ക്ക് ഭർത്താവിനെ കുറിച്ച് ചോദിക്കുമായിരുന്നു. എന്തുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? അദ്ദേഹത്തിന് മറ്റാരോടെങ്കിലും പ്രണയമുണ്ടായിരുന്നോ എന്ന്. അങ്ങനെയൊന്നല്ല മോളെ, മോൻ ചെറുപ്പം മുതലേ ഹോസ്റ്റലിലായിരുന്നു. പഠിത്തം മാത്രമായിരുന്നു ചിന്ത. നിന്റെ അമ്മായിയമ്മയെ അവനോട് അത്ര വാത്സല്യമൊന്നും കാണിച്ചിട്ടില്ല. അതുകൊണ്ട് സ്നേഹം പ്രകടിപ്പിക്കാൻ അയാൾക്ക് അറിയില്ല എന്ന് ലക്ഷ്മി പറഞ്ഞ് സമാധാനിപ്പിക്കും. ഹരി ഒരു കാര്യം മാത്രം തീരുമാനിച്ചിരുന്നു.
തൻ്റെ അച്ഛനെയും ജ്യേഷ്ഠന്മാരെയും പോലെ ഭാര്യയുടെ വാക്ക് കേട്ട് ജീവിക്കില്ലെന്ന്. സ്നേഹമുള്ള കുടുംബത്തിൽ വളർന്നിരുന്നെങ്കിൽ ഭാര്യയോട് എങ്ങനെ പെരുമാറണമെന്ന് അയാൾക്ക് അറിയാമായിരുന്നു. ഒരിക്കൽ ഇഡ്ഡലിക്ക് സാമ്പാർ ഉണ്ടാക്കിയപ്പോൾ പരിപ്പ് ശരിക്ക് വെന്തില്ല. നാത്തൂൻ്റെ മകൻ വിശക്കുന്നു എന്ന് പറഞ്ഞ് ബഹളം വെച്ചപ്പോൾ ധൃതിയിൽ എടുത്തതായിരുന്നു. അത് കഴിച്ച് എല്ലാവരും അവളെ കളിയാക്കി ചിരിച്ചു. ഹരി ഇതൊന്നും ശ്രദ്ധിക്കാതെ ഭക്ഷണം കഴിച്ച് തീർത്തു. പിന്നീട് തനിയെ കിട്ടിയപ്പോൾ അയാൾ ചോദിച്ചു, നീ നല്ല പേര് കിട്ടാൻ വേണ്ടിയല്ലേ എല്ലാ പണിയും തലയിൽ വലിച്ചു വെക്കുന്നു? അപ്പൊ പിന്നെ ഇതൊക്കെ കേൾക്കണം എന്നായിരുന്നു അയാളുടെ മറുപടി. എല്ലാത്തിനേക്കാളും വലിയ പ്രശ്നം മാസത്തിൽ ആ 7 ദിവസങ്ങളായിരുന്നു. മാസമുറ സമയം. ആ ദിവസങ്ങളിൽ അവൾക്ക് വയറുവേദനയും അസ്വസ്ഥതയും കൂടും. സ്വന്തം വീട്ടിലാണെങ്കിൽ അച്ഛനും അമ്മയും അനിയനും അവൾ അത്ര കരുതലോടെ നോക്കുമായിരുന്നു. എന്നാൽ ഇവിടെ ഭാനുമതിക്ക് വലിയ നിബന്ധനകളാണ്. ആ ദിവസങ്ങളിൽ വീടിന് പുറത്തു വേണം കിടക്കാൻ. വീടിന് പുറകുള്ള ചായ്പിലായിരുന്നു അവിടെ കിടപ്പ്. അമ്മേ, ഞാൻ അടുക്കളയുടെ ഒരു മൂലയിൽ കിടന്നോളാം എന്ന് അപേക്ഷിച്ചെങ്കിൽ അവർ സമ്മതിച്ചില്ല. അശുദ്ധിയാവുമെന്നായിരുന്നു അവരുടെ പക്ഷം. മറ്റു 2 മക്കളും ആ ദിവസങ്ങളിൽ സ്വന്തം വീട്ടിലേക്ക് പോകും. എന്നാൽ മായയുടെ വീട് ദൂരത്തായതുകൊണ്ട് അവൾക്ക് ആ തണുപ്പത്തൊക്കെ പുറത്തു കഴിയേണ്ടി വന്നു. തണുപ്പുകാലത്ത് അവളുടെ മെലിഞ്ഞ ശരീരം വിറക്കും. ആ ദിവസങ്ങൾ അവൾ പേടിയോടെയാണ് നോക്കിക്കണ്ടത്. നാത്തുവിന്റെ രേവതിക്ക് അതേസമയം മാസമുറ വന്നാൽ അവൾ സ്വന്തം ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കില്ല. എനിക്ക് വയ്യമ്മേ എന്ന് പറഞ്ഞ് ഓടിങ്ങ് പോരും. അവളെ ഭാനുമതി സോഫയിൽ കിടത്തി കാല് തടവി കൊടുക്കും. ആ സമയത്ത് അവൾക്ക് അശുദ്ധിയില്ല. രേവതി അടുക്കളയിൽ കയറിയില്ലെങ്കിലും വീടിനുള്ളിൽ എല്ലാ സുഖ സൗകര്യങ്ങളും ആസ്വദിക്കും. നാത്തുവിനൊരു നീതി, എനിക്ക് മറ്റൊരു നീതി. സ്വന്തം വീട്ടിൽ അച്ഛനും അനിയനും എന്നെ പൊന്നുപോലെ നോക്കുമായിരുന്നു. മായ ലക്ഷ്മി എന്ന വേലക്കാരിയോട് കരഞ്ഞു പറയും, സാരില്ല മോളെ, നിന്റെ ഭർത്താവ് ഹരിക്ക് ഇതൊന്നും ശ്രദ്ധിക്കാൻ നേരില്ലാത്തതുകൊണ്ടാ. ഉള്ളിൻ്റെ ഉള്ളിൽ അവൻ പാവ എന്ന് പറഞ്ഞ് ലക്ഷ്മി അവളെ സമാധാനിപ്പിക്കും. ഒടുവിൽ ദൈവം അവളുടെ പ്രാർത്ഥന കേട്ടു. വിദേശത്തുള്ള ഹരിക്ക് അവിടുത്തെ ഭക്ഷണം പിടിക്കാൻ വന്നപ്പോൾ അവൻ മായ അങ്ങോട്ട് വിളിച്ചു. മറ്റു മരുമക്കൾക്കും നാത്തൂനും വലിയ അസൂയായിരുന്നു. എങ്കിലും അവിടുത്തെ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടില്ലെന്ന സന്തോഷത്തിലായിരുന്നു അവൾ. അവിടെ എത്തിയപ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസം ഹരി പഴയ പോലെ തന്നെയായിരുന്നു. സൂപ്പർ മാർക്കറ്റിൽ പോകുന്ന മറ്റും അവൾ തന്നെ ചെയ്യണമെന്ന് അവൻ കൽപ്പിച്ചു. അവിടെ വെച്ചാണ് അവൾ സ്റ്റീഫൻ എന്ന അയൽക്കാരനെ പരിചയപ്പെടുന്നത്. അവൻ വളരെ നല്ല മനുഷ്യനായിരുന്നു. കയ്യിൽ സാധനങ്ങളുമായി വരുമ്പോൾ സഹായിക്കാനും ചിരിക്കാനോ അവൻ മറന്നില്ല. എന്നാൽ ഹരിക്കാനും ഇഷ്ടമല്ലായിരുന്നു. ഒരു ദിവസം മായക്ക് പീരീഡ്സ് തുടങ്ങി. അവൾക്ക് വലിയ ശാരീരിക ബുദ്ധിമുട്ട് തോന്നി. എന്നാൽ ഭാനുമതി ഹരിയെ വിളിച്ച് ഉപദേശിച്ചു. അവൾ അകത്തേക്ക് അയറ്റരുത്, അശുദ്ധിയായ നിന്റെ ജോലി പോകും എന്നൊക്കെ പറഞ്ഞു. അന്ധവിശ്വാസിയായ ഹരി അവൾ ആ തണുപ്പത്തെ ഫ്ലാറ്റിന് പുറത്ത് കിടത്തി. രാത്രിയിൽ മഞ്ഞ് വീണതോടെ മായ തണുത്തുറഞ്ഞ് ബോധരഹിതയായി വീണു. ആ സമയത്താണ് സ്റ്റീഫൻ അങ്ങോട്ട് വന്ന്. മായയുടെ അവസ്ഥ കണ്ട് അവൻ ഭയന്നുപോയി. അവൻ ഹരിയുടെ വാതിൽ ശക്തിയായി മുട്ടി അവനെ വിളിച്ചു. മായ എടുത്ത് അവിടെ കൈകാലുകൾ തടവി ചൂട് നൽകി. ഹരി പേടിയോടെ പുറത്തു വന്നപ്പോൾ സ്റ്റീഫൻ അവനോട് തട്ടിക്കയറി. ഹരി തന്റെ ആചാരങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ സ്റ്റീഫൻ അവനെ ശകാരിച്ചു. എന്തൊരു ആചാരം ഇത്! ഒരു സ്ത്രീയെ ഈ തണുപ്പത്ത് പുറത്തെടുത്ത നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു? സ്ത്രീകൾക്ക് ദൈവം നൽകിയ വരമാണ് മാതൃത്വം. അതിന്റെ അടയാളമായി ഈ ദിവസങ്ങൾ നിങ്ങൾ അശുദ്ധിയായിട്ട് കാണുന്നുവോ? നിങ്ങളുടെ അമ്മയും നിങ്ങൾ പ്രസവിച്ച് ഇങ്ങനെ തന്നെയാ. അവളെ ഒരു ഭാര്യയായിട്ട് കണ്ടില്ലെങ്കിലും ഒരു മനുഷ്യനായി കാണാൻ പഠിക്കൂ. നിങ്ങളെപ്പോലുള്ള പുരുഷന്മാർ സ്ത്രീകൾക്ക് ലഭിച്ച ശാപ എന്ന് സ്റ്റീഫൻ ആക്രോശിച്ചു. സ്റ്റീഫന്റെ വാക്കുകൾ ഹരിയുടെ കണ്ണു തുറപ്പിച്ചു. അവൻ മായ വാരിയെടുത്ത് അകത്തേക്ക് കൊണ്ടുപോയി. പിറ്റേന്ന് രാവിലെ മായ കണ്ണു തുറന്നപ്പോൾ കണ്ടത് ചിരിച്ചുകൊണ്ട് കോഫിയുമായി നിൽക്കുന്ന എന്റെ ഭർത്താവിനെയാണ്. സ്റ്റീഫനോട് അദ്ദേഹം നന്ദി പറഞ്ഞു. ഹരി മാറിപ്പോയിരിക്കുന്നു. സ്നേഹമുള്ള കരുതലുള്ള ഒരു ഭർത്താവായി അദ്ദേഹം മാറി. ആ 7 ദിവസത്തെ വേദന മനസ്സിലാക്കുന്ന ഒരു പുരുഷന് മാത്രമേ സ്ത്രീയെ ശരിക്കും സ്നേഹിക്കാൻ കഴിയുമെന്ന് മായ തിരിച്ചറിഞ്ഞു. ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ സ്റ്റീഫൻ ചിരിച്ചു കൊണ്ടുപോകുന്ന കണ്ടു. ആ ചിരിയിൽ അവൾക്ക് ദൈവത്തിന്റെ പുഞ്ചിരിയാണ് അനുഭവപ്പെട്ടത്. അമേരിക്കയിലെ ജീവിതം അവസാനിപ്പിച്ച് ഹരിയുമായി മാസങ്ങൾക്ക് ശേഷം നാട്ടിലെത്തി. ഹരിയുടെ സ്വഭാവത്തിൽ വന്ന മാറ്റം വീട്ടുകാരെ അത്ഭുതപ്പെടുത്തിയിരുന്നു. ഒരു ദിവസം വൈകുന്നേരം ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് നാത്തുവിന്റെ രേവതി അങ്ങോട്ട് വന്ന്. അവൾക്ക് മാസമുറ ദിവസങ്ങൾ തുടങ്ങിയിരുന്നു. പതിവ് പോലെ ഭാനുമതി ഓടി വന്ന് അവളെ സോഫയിൽ കിടത്തി. എൻ്റെ മോളെ, ഈ വിഷമിക്കേണ്ട കേട്ടോ. നിനക്ക് വയറുവേദന കൂടുന്ന അമ്മയ്ക്ക് അറിയാം. നീ ഇവിടെ സുഖമായി കിടന്നോ. മായേ, ഓടി വന്ന് രേവതി കുറച്ച് ചൂടുവെള്ളം എടുത്ത് കൊടുക്ക്, ഭാനുമതി ആജ്ഞാപിച്ചു. ഇത് കണ്ടുകൊണ്ട് ഹരി അവിടേക്ക് വന്നു. അവൻ മായെ തടഞ്ഞു. എന്നിട്ട് തന്റെ അമ്മയെ രൂക്ഷമായി നോക്കി ചോദിച്ചു, അമ്മേ, രേവതിക്ക് ഇപ്പോൾ അശുദ്ധിയില്ലേ? മായ ആ തണുപ്പത്ത് പുറത്ത് ചായപ്പി കിടത്തപ്പോൾ അമ്മ പറഞ്ഞ് വീട് അശുദ്ധിയാകുന്നാണല്ലോ. ഇപ്പൊ സ്വന്തം മകൾക്ക് വന്നപ്പോൾ അശുദ്ധിയൊക്കെ എവിടെ പോയി? ഭാനുമതി പതറിപ്പോയി. അത് പിന്നെ രേവതി എൻ്റെ മകളല്ലേ ഹരി, അവൾക്ക് വയ്യല്ലോ. ഹരി ശബ്ദമുയർത്തി. മായ ഒരാളുടെ മകളാണമ്മേ. അവൾക്കും വയറുവേദന അസ്വസ്ഥയും ഉണ്ടാവാറുണ്ട്. സ്വന്തം മകൾക്ക് ഒരു നീതിയും മരുമകൾക്ക് മറ്റൊരു നീതിയും അതിന് ഈ വീട്ടിൽ നടക്കില്ല. പ്രകൃതി നൽകിയ ഈ മാറ്റം അശുദ്ധിയാണെങ്കിൽ ഈ വീട്ടിലെ എല്ലാ സ്ത്രീകൾക്കും അത് ബാധകമായിരിക്കണം. അല്ലാതെ പാവപ്പെട്ട വീട്ടിൽ നിന്ന് വന്നവൾക്ക് പുറത്തെ ചായ്പും പണക്കാരന്റെ മകൾക്ക് വീണ്ടുള്ള സോഫയും ഈ നിയമം ഞാൻ ഇവിടെ നിർത്തുന്നു. അന്ന് ഹരി വീട്ടിലെ എല്ലാ പഴയ നിയമങ്ങളും പൊളിച്ചെഴുതി. ആ ദിവസങ്ങളിൽ ഒരു സ്ത്രീ അനുഭവിക്കുന്ന ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങളെ ബഹുമാനിക്കണമെന്നും അവരെ മാറ്റി നിർത്തരുതെന്ന് അവൻ ഉറപ്പിച്ചു പറഞ്ഞു. ഭാനുമതിക്ക് തന്റെ തെറ്റ് മനസ്സിലായി. മായയുടെ കണ്ണുകൾ നനഞ്ഞു. പക്ഷെ അത് സങ്കടം കൊണ്ടായിരുന്നില്ല. തന്നെ മനസ്സിലാക്കുന്ന, തനിക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ഭർത്താവിന് ലഭിച്ചുള്ള അഭിമാനം കൊണ്ടായിരുന്നു. ഹരി മായയുടെ അരികിൽ വന്ന് മെല്ലെ പറഞ്ഞു,
ഇനി ഈ വീട്ടിൽ നീ ആരെയും പേടിക്കേണ്ട മായേ. നിനക്ക് നിന്റെ ഇഷ്ടം പോലെ സമാധാനമായിട്ട് ഇവിടെ കഴിയാം. ജനലിലൂടെ പുറത്തെ സൂര്യോദയം കണ്ടപ്പോൾ മായക്ക് അത് ജീവിതത്തിന്റെ പുതിയൊരു ഉദയമായി തോന്നി.